പുതിയ ക്ലാസ് 12 CBSE ഡിജിറ്റൽ എവാല്യുവേഷൻ പ്രക്രിയയെക്കുറിച്ചുള്ള വിശദമായ മാർഗ്ഗനിർദ്ദേശ വീഡിയോ ആണ് ഇത്. ഓൺസ്ക്രീൻ മാർക്കിംഗ് സ്കീം ഉപയോഗിച്ച് വാലുവേഷൻ നടത്തുന്നവർക്ക് സമഗ്രമായ സഹായം നൽകുന്നതിനായാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. മൂല്യനിർണ്ണയ സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളും സിസ്റ്റം ഉപയോഗിക്കുന്ന രീതിയും ഇതിൽ വ്യക്തമായി വിശദീകരിക്കുന്നു. ആദ്യമായി ലോഗിൻ പ്രക്രിയ എങ്ങനെയെന്ന് നോക്കാം. 1. ആദ്യം നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ID പരിശോധിക്കുക. 2. CBSE അയച്ചിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. 3. യൂസർനെയിമും പാസ്വേഡും ഇമെയിൽ വഴി ലഭിക്കും. 4. അവ നൽകുക, തുടർന്ന് സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. 5. OTP ഇമെയിൽ വഴി ലഭിക്കും. ഇൻബോക്സിൽ കാണാനാകാത്ത പക്ഷം സ്പാം ഫോൾഡർ പരിശോധിക്കുക. 6. OTP നൽകിയതിനു ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്തതോടെ വിലയിരുത്തുന്നവർക്ക് വേണ്ടിയുള്ള വിശദമായ നിർദ്ദേശങ്ങളടങ്ങിയ ഹോംപേജ് തുറക്കും. ആവശ്യമായാൽ അവ ഡൗൺലോഡ് ചെയ്യാം. തുടർന്ന് കണ്ടിന്യൂ ഫോർ എവാല്യുവേഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ടു പോകുക. അടുത്തതായി വിഷയവും മൂല്യനിർണ്ണയ സ്ക്രീനും നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന വിഷയങ്ങൾ പ്രദർശിപ്പിക്കും. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്താൽ പ്രധാന മൂല്യനിർണ്ണയ സ്ക്രീനിലേക്ക് പ്രവേശിക്കാം. പ്രധാന സ്ക്രീൻ ഘടന എങ്ങനെയെന്ന് നോക്കാം. മുകളിലായി യൂസർ വിവരങ്ങളും സ്ക്രിപ്റ്റ് വിവരങ്ങളും കാണിക്കും. ഇടതുവശത്തെ മാർക്കിംഗ് പാനലിൽ ചോദ്യ നമ്പറുകൾ പട്ടികപ്പെടുത്തിയിരിക്കും. പരമാവധി മാർക്കും നൽകിയ മാർക്കും രേഖപ്പെടുത്താനുള്ള ബോക്സുകളും ഉണ്ടായിരിക്കും. ഓരോ ഘട്ടത്തിനും നൽകിയ മാർക്ക് കാണിക്കുന്ന സ്റ്റെപ്പ് മാർക്കിംഗ് കോളവും ഉണ്ടായിരിക്കും. താഴെ മൊത്തം സ്കോർ സ്വയം കണക്കാക്കി പ്രദർശിപ്പിക്കും. ഇതിലൂടെ എൻഡ് ചേഞ്ച് കൗണ്ടിംഗ് ആവശ്യമില്ല. സ്ക്രീന്റെ അടിഭാഗത്ത് ചുവപ്പ് നിറത്തിൽ ആൻസർ ബുക്കിലെ പേജ് നമ്പറുകൾ കാണാം. അവക്കടുത്തായി ഡോക്യുമെന്റ് ടൂളുകളും അനോട്ടേഷൻ ടൂൾകിറ്റുകളും ലഭ്യമാണ്. അടുത്തതായി സ്ക്രീൻ നിയന്ത്രണങ്ങൾ ഏവ എന്ന് നോക്കാം. സൂം ഇൻ, സൂം ഔട്ട് ബട്ടണുകൾ ഉപയോഗിച്ച് ആൻസർ ബുക്ക് വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാം. ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് സ്ലൈഡറുകൾ ഉപയോഗിച്ച് ചിത്രത്തിന്റെ വ്യക്തത ക്രമീകരിക്കാം. അടുത്തതായി മാർക്ക് നൽകുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം. 1. മൂല്യനിർണ്ണയം ആരംഭിക്കാൻ ചോദ്യ പാനലിലെ ഒഴിവുള്ള കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. 2. വിദ്യാർത്ഥികൾ ഉത്തരങ്ങൾ ക്രമത്തിൽ എഴുതാതിരിക്കാം, അതിനാൽ ആവശ്യമായ ഉത്തരം കണ്ടെത്താൻ പേജുകൾ സ്ക്രോൾ ചെയ്യേണ്ടിവരും. 3. QP ബട്ടൺ ഉപയോഗിച്ച് ചോദ്യപേപ്പർ കാണാം. 4. സൊല്യൂഷൻ ബട്ടൺ ഉപയോഗിച്ച് മാർക്കിംഗ് സ്കീം PDF തുറക്കാം. മാർക്ക് നൽകാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഉത്തരത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രോപ്പ് ഡൌൺ മെനുവിൽ നിന്ന് മാർക്ക് തിരഞ്ഞെടുക്കുക. മാർക്ക് സ്വയമേവ സ്ക്രിപ്റ്റിലും മാർക്കിംഗ് പാനലിലും പ്രത്യക്ഷപ്പെടും. സ്റ്റെപ്പ് കോളം പച്ച നിറത്തിലാകും. ഒരു ഉത്തരത്തിന് ഒന്നിലധികം ഘട്ടങ്ങളുണ്ടെങ്കിൽ ഓരോ ഘട്ടത്തിനും വേർതിരിച്ച് മാർക്ക് നൽകണം. മാർക്കിംഗ് പൂർത്തിയായാൽ സ്റ്റെപ്പ് സം ക്ലിക്ക് ചെയ്യുക. വരാൻ സാധ്യതയുള്ള പ്രത്യേക സാഹചര്യങ്ങൾ ഇവയാണ്. വിദ്യാർത്ഥി ഒരു ചോദ്യം ശ്രമിച്ചിട്ടില്ലെങ്കിൽ നോട്ട് അറ്റംപ്റ്റഡ് ബട്ടൺ ഉപയോഗിക്കുക. ബട്ടൺ മാർക്കിംഗ് പുരോഗമിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ശരിയായ ഉത്തരങ്ങൾക്ക് ടിക്ക് മാർക്കും തെറ്റായ ഉത്തരങ്ങൾക്ക് ക്ലോസ് മാർക്കും ഉപയോഗിക്കാം. ലൈൻ ടൂൾ ഉപയോഗിച്ച് അടിവരയിടുകയോ ഹൈലൈറ്റ് ചെയ്യുകയോ ചെയ്യാം. ഒരു ഉത്തരം ഒന്നിലധികം പേജുകളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഉത്തരം അവസാനിക്കുന്ന പേജിൽ മാർക്ക് നൽകുക. മറ്റു പേജുകളിൽ വ്യൂ ബട്ടൺ ഉപയോഗിച്ച് കണ്ടിന്യൂയിങ് സൂചിപ്പിക്കുക. ശ്രദ്ധിക്കുക, ഓരോ പേജിലും ഏതെങ്കിലും തരത്തിലുള്ള മാർക്കിംഗ് അല്ലെങ്കിൽ അനോട്ടേഷൻ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുവാൻ സാധ്യമല്ല. ഓരോ പേജും ഇവാലുവേറ്റർ കണ്ടു എന്ന് ഉറപ്പുവരുത്തുവാനാണ് ഈ ക്രമീകരണം. അടുത്തതായി ടൂൾകിറ്റ് ഓപ്ഷനുകൾ ഏതെല്ലാമെന്ന് നോക്കാം. വിദ്യാർത്ഥി പേജ് ഒഴിഞ്ഞുവിട്ടാൽ ബ്ലാങ്ക് പേജ് ആനറ്റേഷൻ ഉപയോഗിക്കുക. ബാക്കെൻഡ് സപ്പോർട്ടിലേക്ക് സന്ദേശം നൽകാൻ നോട്ട്സ് ഉപയോഗിക്കേണ്ടതാണ്. ഒരേ ചോദ്യം ഒന്നിലധികം തവണ ശ്രമിച്ചാൽ റിപ്പീറ്റ് ആൻസർ ടൂൾ ഉപയോഗിക്കണം. തെറ്റായ ചോദ്യ നമ്പറിന് കീഴിൽ ഉത്തരമെഴുതിയാൽ റോങ് ക്വസ്റ്റ്യൻ നമ്പർ ടൂൾ ഉപയോഗിക്കാം. നൽകിയ മാർക്ക് തിരുത്താൻ ഡിലീറ്റ് ടൂൾ ഉപയോഗിക്കുക. ഉത്തരപുസ്തകവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ചേർക്കാൻ സ്ക്രിപ്റ്റ് കോമെന്റ് ഉപയോഗിക്കുക. അനീതിപരമായ പ്രവൃത്തികൾ റിപ്പോർട്ട് ചെയ്യാൻ UFM അൺഫെയർ മീൻസ് ഉപയോഗിക്കുക. ഉത്തരപുസ്തകം എഴുതാതിരിക്കുകയോ വ്യക്തമല്ലാതെയോ ആണെങ്കിൽ റിജക്ട് ടൂൾ ഉപയോഗിക്കുക. സേവ് ആൻഡ് സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. സേവ് ഓപ്ഷൻ ഉപയോഗിച്ച് പ്രവർത്തനം സേവ് ചെയ്യാം. പിന്നീട് വീണ്ടും പ്രവേശിച്ച് തുടരാം. ഡാറ്റ നഷ്ടപ്പെടില്ല.
ചോയ്സ് ബേസ്ഡ് ചോദ്യങ്ങളിൽ വിദ്യാർത്ഥി രണ്ടും ശ്രമിച്ചാൽ ഉയർന്ന മാർക്ക് സ്വമേധയാ പരിഗണിക്കും. എല്ലാ വിവരങ്ങളും പരിശോധിച്ചതിനു ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അടയാളപ്പെടുത്താത്ത ചോദ്യങ്ങളോ സ്റ്റാപ്പ് മാർക്കുകളുടെ കുറവോ ഉണ്ടെങ്കിൽ സിസ്റ്റം അറിയിക്കും. പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷമേ സബ്മിറ്റ് ചെയ്യുവാനാകൂ. സ്ഥിരീകരിക്കുവാൻ കൺഫേം വിൻഡോ പ്രത്യക്ഷപ്പെടും. മാർക്കുകൾ ശരിയെങ്കിൽ കൺഫേം ക്ലിക്ക് ചെയ്യുക. മാറ്റങ്ങൾ ആവശ്യമെങ്കിൽ തിരുത്തി വീണ്ടും സബ്മിറ്റ് ചെയ്യുക. പല ടീച്ചേഴ്സും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തെന്ന് നോക്കാമൊന്ന്. ജോലി ഓട്ടോ സേവ് ആകുമോ? ഇല്ല. ആവശ്യമായപ്പോൾ മാനുവൽ സേവ് ചെയ്യണം. 2. ലൈൻ ആനറ്റേഷൻ തിരുത്താനാകുമോ? ഇല്ല. ഒരിക്കൽ ഉപയോഗിച്ചാൽ തിരുത്താനോ നീക്കാനോ സാധ്യമല്ല. 3. ആവശ്യത്തിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ വിദ്യാർത്ഥി ശ്രമിച്ചാൽ എന്തു ചെയ്യണം? മികച്ച ഉത്തരങ്ങൾ മാത്രം പരിഗണിക്കുക. 4. ശരിയായ ഉത്തരം, പക്ഷേ ചോദ്യ നമ്പർ തെറ്റാണെങ്കിൽ എന്തു ചെയ്യണം? നോട്ടിൽ രേഖപ്പെടുത്തി മാർക്ക് നൽകാം. 5. ബ്ലാങ്ക് പേജുകളിൽ ആനറ്റേഷൻ നിർബന്ധമാണോ? അതെ. ഇല്ലെങ്കിൽ സമർപ്പിക്കൽ സാധ്യമല്ല. മൂല്യനിർണ്ണയ പ്രക്രിയ അധ്യാപക സമൂഹത്തിന് കൂടുതൽ എളുപ്പമാക്കുന്നതിനായാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നന്ദി.